നമസ്കാരം, ഡ്രൈവറുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രോമിസ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ മെറ്റോ 350യുടെ ഒരു യൂസർ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ സൂപ്പർനോവയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന ഒരു Q&A സെഷൻ പോലെ ചെയ്യുന്നതാണ്. നമ്മൾ മുമ്പും ചെയ്തിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് ഇതേപോലെ. അപ്പോൾ ഇതിൽ ഈ മെറ്റോ 350യുടെ യൂസറിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കും. അതിൽ പ്രത്യേകിച്ച് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയ പല ചോദ്യങ്ങളുമുണ്ട്, അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനെയറാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്നും നമുക്ക് ഈ വണ്ടി എടുക്കണോ വേണ്ടയോ, അതേപോലെ തന്നെ ഇനി നിങ്ങൾ വേറൊരു വണ്ടിയുമായി കമ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ അത്യാവശ്യം ഉപയോഗപ്രദമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനെയറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഇനി അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല. നമ്മുടെ ആരോമലാണ് ഈ വണ്ടിയുടെ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആരോമലിനെ നമ്മളെ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. ആരോമൽ, നമസ്കാരം. നമസ്കാരം. ആരോമൽ ആദ്യമായിട്ടാണോ ഈ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി ഇപ്പോൾ വാങ്ങുന്നത്, അതോ ഇതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി റോയൽ എൻഫീൽഡിൻ്റെ ഒരു വണ്ടി വാങ്ങുന്ന ആദ്യമായിട്ടാണ്. പക്ഷേ ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട് മുമ്പ്. ഓക്കെ. അപ്പോൾ കുറച്ച് കാലം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, 2 months 3 months ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വന്തമായിട്ടൊരു വണ്ടി ലോങ് ടേമിലേക്ക് എടുക്കുന്ന ആദ്യമായിട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ വണ്ടി യൂസ് ചെയ്തിട്ട് ഇതുവരെ തൃപ്തനാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാനൊരു വണ്ടി ഒരു എമർജൻസി രീതിയിൽ വണ്ടി എടുക്കാൻ എന്നുള്ള പ്ലാനിൽ എടുത്തതാണ്. കാരണം ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് ഞാൻ പുറത്താണ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഡ്യൂട്ടിയും കാര്യങ്ങളും പുറത്തോട്ടൊക്കെ പോകുന്നപ്പോൾ വീട്ടിലെ വണ്ടിയുടെ ഷോർട്ടേജ് വന്നപ്പോൾ അമ്മ കൊണ്ടുപോകും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു വണ്ടി എടുക്കണമെന്ന് വന്നപ്പോഴത്തേക്ക് മാത്രമല്ല, എനിക്ക് എടുത്തിട്ട് ഒരു ബ്രേക്കും വരുമായിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സെപ്റ്റംബറിൽ ഇപ്പോൾ വണ്ടി വെച്ചിട്ട് പോവാണ്. പിന്നെ ഇനി ഒരു 6-7 മാസം വണ്ടി അങ്ങനെ റെഗുലർ യൂസ് ഇല്ല. അപ്പം അങ്ങനെ അതിനുമൊക്കെ ഒരു സാധാരണ ഒരു ബുള്ളറ്റ് ആണെങ്കിൽ, അതെ, അതിന് ബുള്ളറ്റ് ആണെങ്കിൽ ഒരു പണി വരും എന്നുള്ളത് ഉണ്ട്. സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് 3-4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അതിന് മുന്നേ ഞാൻ ഹെമഹയുടെ FX, ഇപ്പം ഈ ഹീറോണ്ടയുടെ 1-2 വണ്ടി, ബുള്ളറ്റ് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ക്ലാസിക്കും മീറ്റിയോറും, അങ്ങനെ പല വണ്ടികൾ ഒരുപാട് പ്രാവശ്യം ക്ലാസിഫൈ ചെയ്ത് പരസ്പരം കമ്പയർ ചെയ്ത് എൻ്റെ ഒരു യൂസിലേക്കാണ് ഞാൻ ലാസ്റ്റ് ഇത്ര എക്സ്പെൻസീവ് ആണെങ്കിൽ ഇതിലേക്ക് തന്നെ കൺക്ലൂഡായി എത്തിയത്. ഓക്കെ. അപ്പോൾ നമ്മുടെ കമൻറ്റിൽ ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ രാത്രിയൊക്കെ ഓടിക്കാറുള്ളപ്പോൾ ലാമ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഫങ്ഷണലായിട്ടുള്ള ലൈറ്റ് തന്നെയാണോ, അതായത് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടൊക്കെ കാണാനൊക്കെ സാധിക്കുന്നുണ്ടോ? രാത്രി ഡ്രൈവ് ഞാനിപ്പോൾ പല ദിവസങ്ങളിൽ രാത്രി പോയിട്ടുണ്ട്, ഞാൻ ലോങ് പോയിട്ടുണ്ട്. എനിക്ക് ലൈറ്റിൻ്റെ കാര്യത്തിൽ വലിയ വിഷയം ഇതുവരെ ചോദിച്ചില്ല. നമ്മളെ കാറിൻ്റെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള ലൈറ്റ് തന്നെയാണ് ഇത്. മെയിനും ഡിമ്മും വരുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മെയിൻ ഇടുമ്പോഴത്തേക്ക് നമുക്ക് റോഡിലേക്ക് ഒരു ക്ലിയർ ക്ലാരിറ്റി വരും. ആ ഒരു ഇതേ ഉള്ളൂ. ലൈറ്റ് ഇതുവരെയും കുഴപ്പമില്ല. ഞാൻ ഒരു 3-4 മാസമായി, ഇതുവരെ എനിക്ക് പ്രശ്നമില്ല. പിന്നെ റസ്റ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഈ വണ്ടിയിൽ? ഇപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ ബുള്ളറ്റ് ക്ലാസിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റസ്റ്റ് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും കെയർ കൊടുത്താണ് ഇത് ചെയ്യാറ്. ഈ വണ്ടിയെ സംബന്ധിച്ച് സാധാരണ ഈ നമ്മുടെ മീറ്റിയോറിലെ 3 മോഡൽസിൽ സൂപ്പർനോവയാണ് ഏറ്റവും ലാസ്റ്റ് മോഡൽ. അപ്പോൾ സൂപ്പർനോവയിൽ ഞാൻ അന്ന് എടുക്കാൻ സമയത്ത് അവിടുത്തെ ഇവരുടെ അടുത്ത് സെയിൽസിനടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ അവർ പറഞ്ഞു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, പെയിന്റിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ വ്യത്യാസം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഈ മോഡലിന് റസ്റ്റ് ഇഷ്യൂസ് ഇതുവരെയും വന്നിട്ടില്ല. കാരണം ക്രോമാറ്റിക് ടൈപ്പുള്ള പെയിന്റ് തന്നെയാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെയും ഞാൻ ഇത്തിരി യൂസ് ചെയ്യുന്നതിനൊക്കെ വെച്ച് ഇത്തിരി റഫാണ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ നാടാണ്, ഗ്രാമപ്രദേശമാണ്, ഞാൻ അതും കൂടെ കമ്പയർ ചെയ്താണ് ഇതെടുത്തത്. കാരണം എനിക്ക് സിറ്റിയിലും ലോങ്ങും ഓട്ടിക്കണം, എന്നാൽ ഗ്രാമപ്രദേശത്ത് തൊട്ടപ്പുറത്തെ കടയിൽ പോയി സാധനം വാങ്ങിച്ചോണ്ട് വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെയും റസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഇല്ല ഈ മോഡലിൽ. അപ്പോൾ സൂപ്പർനോവയുടെ മറ്റു മോഡൽസിൻ്റെ കാര്യത്തിൽ എനിക്കത് പറയാൻ കഴിയില്ല. ഈ മോഡലിൽ ഇല്ല, കാരണം അവർ അന്നേ ചേഞ്ച് പറഞ്ഞത് പെയിന്റിൻ്റെ കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ക്രോം ആയിട്ടുള്ള സ്ഥലം കുറേ ഉണ്ട്. അപ്പം മേ ബി ഈ സ്പ്രിങ്ങിൻ്റെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത്, പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല അഴുക്ക് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈലൻസറിൻ്റെ പാർട്ടിലും നമ്മുടെ ബെൻ പൈപ്പിൻ്റെ പാർട്ടിലൊന്നും ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും കാണുന്നില്ല. അപ്പോൾ അത് നമുക്ക് എന്തായിരുന്നാലും ഇത്രയും അഴുക്കും മറ്റും ചെളിയൊക്കെ അടിച്ച് പോയിരിക്കുന്ന ഒരു വണ്ടിയാണ്. എന്നിട്ട് പോലും അതിൽ സാധാരണ നമ്മുടെ ബെൻ പൈപ്പിൻ്റെ അവിടെയൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. മേ ബി നമുക്ക് കുറച്ച് നാളും കൂടെ നോക്കിയതിന് ശേഷം കറക്റ്റ് അറിയാൻ പറ്റും. ഞാൻ ഇങ്ങനെ വച്ച് തന്നെ നോക്കി, കാരണം ഞാൻ വച്ചിട്ട് പോകണുള്ളത് കൊണ്ട് അത് അറിയാൻ വേണ്ടി, കാരണം അങ്ങനെയാണ് അതിൻ്റെ പ്രിക്കോഷൻ എടുക്കാൻ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ റസ്റ്റിംഗ് ഇഷ്യൂസ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഈ അഴുക്ക് വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോൾ അവിടെ പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്താലേ തുടച്ചാൽ എപ്പോഴും അതും ക്ലിയർ ആവാം, വേറെ ഇഷ്യൂസ് ഇല്ല. അതുകൊണ്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യാതെ തന്നെ വെച്ചിരുന്നത്. അപ്പോൾ സാധനങ്ങൾ ചോദിച്ചാൽ പറയാമല്ലോ നമുക്ക്. ഓക്കെ. അപ്പോൾ ആരോമൽ, പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ വന്നേക്കുന്നത് ഇപ്പോൾ പുതിയ തരം സ്വിച്ചസ് ആണ്. നമ്മുടെ സാധാരണ പഴയ വണ്ടികളിൽ നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ച് തന്നെയാണ് വന്നിരുന്നത്.
ഇപ്പോൾ കുറച്ചുകൂടി പുതിയ മോഡലിലുള്ള സ്വിച്ചുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ്, ഈ സ്വിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആവുകയോ അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് മറ്റേ സ്വിച്ചസ് വെച്ചാൽ പ്രസ് സ്വിച്ചസ് ആണ് കൂടുതലും. ഇത് സ്ലൈഡിങ് ആണ്. അതെ. അപ്പോൾ ഇതിൻ്റെ ഓഫ്, പിന്നെ ഓണ്, പിന്നെ പുഷ് സ്റ്റാർട്ടാണ്, സ്ലൈഡ് സ്റ്റാർട്ടാണ് ഇതിൽ വരുന്നത്. അത് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. അതെ, സെയിം രീതി തന്നെയാണ് നമുക്ക് ലൈറ്റിലും ലൈറ്റിലും ഇങ്ങനെ ഈ സ്ലൈഡ് സ്റ്റാർട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, നമുക്കൊരു സിംഗിൾ ഫിംഗർ ടിപ്പിൽ തന്നെ പ്രസ് ചെയ്തെന്നുള്ളൊരിത് വല്ലാതെ തന്നെ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഫംഗ്ഷനിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഫംഗ്ഷനിലാണ്, അതിലൊന്നും വലിയ വിഷയമൊന്നുമില്ല. പക്ഷെ അത് കൺവീനിയൻ്റ് ഓരോരുത്തരുടെ ഇൻഡിവിജ്വാലിറ്റി പോലെ ഇരിക്കും. ചിലർക്ക് പ്രസ് ആയിരിക്കും കംഫർട്ടബിൾ, വർഷങ്ങളായിട്ട് പ്രസ് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ സ്ലൈഡ് ഒരു ബുദ്ധിമുട്ടായിട്ട്. കംപ്ലൈൻറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഞാനിപ്പോൾ 2200 കിലോമീറ്ററോളം ആയി ലോങ് പോയി, കണ്ടിന്യൂസ് ലോങ് പോയി. ഞാനിപ്പോൾ അങ്കമാലിയിലൊക്കെ ഇപ്പോൾ ഡയറക്റ്റ് ഒറ്റ സ്ട്രെച്ച് ടു ആൻഡ് ഫ്രോ പോയിട്ട് വന്നായിരുന്നു. സോ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ പോയിട്ടെന്നാണെങ്കിൽ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. ലോങ് പോയി എന്ന് പറയുമ്പോൾ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ലോങ് പോയപ്പോൾ ഒരു കംഫർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഒരു സീറ്റിൻ്റെയും ഈ ഒരു പൊസിഷൻ്റെയും കാര്യത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ബാക്കി ഉള്ള വണ്ടികളെ കവച്ച് വയ്ക്കുന്ന രീതിക്കുള്ള ഒരു പ്രത്യേകതയാണ് ഈ വണ്ടിയിൽ നമ്മളെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഫീൽ ചെയ്തു? ആക്ച്വലി ലോങ് പോയപ്പോൾ ഉള്ള കാര്യം പറയണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റയ്ക്കാണ് പോയത്. സോ മഴയുണ്ടായിരുന്നു. നമ്മളെ സാധാ NH ട്രിവാൻഡ്രം കൊല്ലം ഫ്ലൈ ഓവർ അങ്ങനെയാണ് അങ്കമാലി വരെ പോയത്. ഇടയ്ക്കൊക്കെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, ഹെവി ട്രാഫിക് ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് നമ്മളൊന്ന് റിലാക്സ് ചെയ്യണം, ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യണം. പക്ഷെ അത് എപ്പോഴും നമുക്ക് വണ്ടികളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്ര കിലോമീറ്റർ ഓടി നമ്മൾ ലോങ് പോകുന്ന നേരത്തെ സ്ഥിരം ചെയ്യുന്നതാണ്. റെസ്റ്റ് വണ്ടിക്കും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതെ, നമ്മൾ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അതെയും. പക്ഷെ അങ്ങനെ ഒരു റൈഡിങ്, അതായത് ഒരു നമ്മൾ ജെറ്റ് ലാഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഗതിയോ അല്ലെങ്കിൽ ഇത്രയും ദൂരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ അന്ന് അവിടെ ചെന്നിട്ട് അന്ന് നൈറ്റ് ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. അന്ന് നൈറ്റ് ഞാൻ റിട്ടേൺ വരാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ 5:30 മണി 6 മണിക്ക് ആയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ രാത്രി തിരിച്ച് വരണമെന്ന് വെച്ചാൽ ഞാൻ അന്ന് അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എണീച്ചാൽ ഞാൻ തിരിച്ച് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. എൻ്റെ മുഖത്തൊരു ബാഗ്, അയാളുടെ മുഖത്തൊരു ബാഗ്, ഞങ്ങളെ നടുക്കൊരു ബാഗ്. ഇതൊന്നും പോരായിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇവിടെ കൂടെ ഒരു ബാഗും വെച്ചുകൊണ്ട് ഇത്രയും ലോഡഡ് ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ കാരണം ഒരാളെ വിളിച്ചുകൊണ്ടിരാൻ പോയതാണ്. അപ്പോൾ ഇത്രയും ലോഡ് സാധനങ്ങളുമായിട്ട് വന്നിട്ടും ഈ വണ്ടി ആയിരുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഈ റൈഡിലും വന്നിട്ടില്ല, ബാക്കി ഇരുന്ന ആൾക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് സപ്പോർട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ ഫാമിലി കംഫർട്ടബിളും കൂടെ നോക്കിയാണ് ഈ വണ്ടി എടുത്തത്. കാരണം FX ഒക്കെ നോക്കിയപ്പോൾ തന്നെ അമ്മയ്ക്കും മറ്റ് കയറാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ നോക്കിയാണ് ഈ വണ്ടി തന്നെ എടുത്തത്. കാരണം ഫാമിലി കംഫർട്ടും എന്നാൽ റൈഡിങ് കംഫർട്ടും കൂടെ നോക്കി. അതുകൊണ്ടാണ് ലാസ്റ്റ് റോയൽ എൻഫീൽഡിലേക്ക് വന്നെത്തിയത്. കമ്പനീസിൽ ഇത് ചെയ്ത് റോയൽ എൻഫീൽഡിലേക്ക് വന്നെത്തിയപ്പോഴത്തേക്ക് പഴയ ബുള്ളറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ വൈബ്രേഷൻ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ നോക്കിയാണ് ലാസ്റ്റ് അതെല്ലാം ക്ലിയർ ചെയ്ത ഒരു വണ്ടി എന്നുള്ള രീതിക്കാണ്. അപ്പോൾ നമുക്ക് ലോങ് പോകുമ്പോൾ ഉള്ള ഒരു കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ റോയൽ എൻഫീൽഡ് വണ്ടി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ആരോമൽ പറഞ്ഞ സംഭവം. അതായത് ലോങ് പോകുന്ന ഒരു കാര്യവും പിന്നെ അതുപോലെ തന്നെ ബാക്കിലിരിക്കുന്നവർക്കുള്ള ഒരു നല്ല ഫാമിലി ഫ്രണ്ട്ലി ആണ്. അതായത് എൻ്റെ കൂടെ ഒരു ലേഡിയാണ് വന്നത് അവിടെ നിന്ന്. പക്ഷെ അവർക്ക് നല്ല കംഫർട്ടായിരുന്നു, ഒരു നടുവേദനയോ ഒന്നും. ഇത്രയും ലഗേജും കൊണ്ട് വന്നിട്ടും, അതാണ് എൻ്റെ ഒരു മെയിൻ പോയിന്റ്, ഇത്രയും ലഗേജും കൊണ്ട് വന്നിട്ടും ഒരു വിഷയമില്ല. എല്ലാവരും നമുക്ക് രണ്ടുപേരും റൈഡ് ചെയ്ത് തരുന്നത് നമുക്ക് പറയാൻ പറ്റും ഏത് വണ്ടിയിലാണ്. പക്ഷേ ഇത്രയും ലഗേജും കൊണ്ട് വന്നിട്ടുമാണ്. മുതുകത്ത് ലഗേജ് ഉണ്ടായിരുന്നു, കയ്യിൽ ബാലൻസ് ചെയ്ത് ഇവിടെ മടിയിലാണ് ഞാൻ ലഗേജ് വെച്ചിരുന്നത്. എന്നിട്ടും വലിയ സീനില്ലായിരുന്നു, ഒരു വലിയ ബാഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ പഴയ വണ്ടികളിൽ നിന്നും വലിയൊരു വ്യത്യാസം വരുത്തി. വൈബ്രേഷൻ കുറഞ്ഞു, നല്ല രീതിക്ക് കുറഞ്ഞു. എന്നാലും ചെറിയൊരു വൈബ്രേഷൻ, അത് റോയൽ എൻഫീൽഡ് വണ്ടിയൊക്കെ ഉള്ളതാണ്. അതിനെപ്പറ്റി എന്താണ് ആരോമൽ പറയാനുള്ളത്? എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും വൈബ്രേഷൻ ഫ്രീ എന്ന് പറയും. വൈബ്രേഷൻ ഫ്രീ എന്ന് തന്നെ പറയും. നമ്മളൊരു ചായ്ക്കപ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വൈബ്രേഷൻ ഫ്രീ ആണ് എന്ന് കാണിക്കുന്ന ഒരു ചായ്ക്കപ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അത് നമ്മുടെ ചാനലിൽ തന്നെ ലിങ്കിലും ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഓടിക്കുമ്പോൾ വൈബ്രേഷൻ നമ്മൾ പ്രത്യേകിച്ച് ലോങ് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഹീറ്റും വൈബ്രേഷനും വലിയ രീതിയിലില്ല. ഞാൻ രണ്ടാമത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യാണ് ഹീറ്റിന്റെ കാര്യം. ഹീറ്റ് കംപ്ലൈന്റ് ഉണ്ടെന്ന് ചിലരൊക്കെ പറയുന്നത്. ചില സമയത്ത് നമ്മൾ നല്ല ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഈ പാർട്ടിൽ ചെറിയൊരു ഹീറ്റ് പ്രോബ്ലം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ സിറ്റി റൈഡൊക്കെ പോകാൻ നേരത്ത് അല്ലെങ്കിൽ സിറ്റിയിൽ നമ്മൾ ട്രാഫിക്കിലേക്ക് കിടക്കുമ്പോൾ ഹീറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ സിറ്റിയിൽ മിക്ക ദിവസം ട്രിവാൻഡ്രത്ത് പോയി വരുന്നതാണ്. അപ്പോൾ എനിക്ക് ലോങ്ങിനെ കാട്ടിയും ഈ ഷോർട്ട് ട്രിപ്സ് ആണ് കൂടുതൽ. സോ ആ സമയത്തുള്ള മൈലേജ് ഡിഫറൻസ് പോലും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്ച്വലി. സോ ഇതുവരെ എനിക്ക് അങ്ങനെ ഇഷ്യൂ വന്നിട്ടില്ല. ഓക്കെ, അപ്പം മൈലേജ് നമുക്ക് എത്ര കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്? ഇത് രണ്ട് ടൈമിൽ രണ്ട് രീതിയിലാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ഇപ്പം ഇതിൽ ഞാനൊരു ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം വണ്ടി എടുത്ത സമയത്ത് അവർ പറഞ്ഞത് ഒരു 10 ലിറ്റർ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് നേരെ കൊണ്ടുപോയി. ആ സമയത്ത് ഗേജ് കാണിച്ചത് ഫസ്റ്റ് ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
എന്നിട്ട് ഞാൻ കൊണ്ടുപോയി ചെയ്തപ്പോൾ അടിച്ചപ്പോഴത്തേക്ക് 1000 രൂപയ്ക്ക് അടിച്ചപ്പോഴും ഫുൾ ആയില്ലായിരുന്നു, ഒരു ഗേജിൻ്റെ അടുപ്പിച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ രണ്ടാമത് ഞാനിത് ഫുൾ ടാങ്ക് അടിച്ചു. അപ്പോൾ 500 കിലോമീറ്ററിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ മൈലേജ് ഫസ്റ്റ് സർവീസിന് ശേഷമാണ് ഞാൻ മൈലേജ് നോക്കി തുടങ്ങി. ഫസ്റ്റ് സർവീസിന് ശേഷം ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ട്രിപ്പ് എ മൈലേജിന് എടുത്തിട്ട് ട്രിപ്പ് ബി നോർമൽ എൻ്റെ 2 ട്രിപ്പ് ഉണ്ട് എൻ്റെ അത്, നമുക്ക് നോർമലിൻ്റെ ഇട്ടു. സോ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ കിട്ടുന്ന ലിറ്ററും മൈലേജും വെച്ച് കണക്കൂട്ടിയാണ് ഞാൻ മൈലേജ് നോക്കിയത്. എനിക്ക് ഷോർട്ട് ട്രിപ്സ് ഒരു 30-32, അതായത് സിറ്റിക്കകത്ത് വില്ലേജ് ഗ്രൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്കമാലി പോയതെന്ന് എനിക്ക് അവർ പറയുന്ന കറക്റ്റ് 41 കിട്ടി. 41 എക്സാക്റ്റ് കിട്ടി. ഞാൻ നമ്മൾ ആറ്റിങ്ങൽ HP പമ്പിൽ നിന്നാണ് അടിച്ചിട്ട് പോയത്. തിരിച്ച് ഞാൻ നമ്മുടെ ഈ കൽപ്പകവാടി എന്നും പറഞ്ഞൊരു റിസോർട്ടുണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക്, ആലപ്പുഴ ഏരിയയിൽ. അപ്പോൾ ആലപ്പുഴയ്ക്ക് ഇപ്പുറം വെച്ച് അവിടെ വെച്ചാണ് തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ പിന്നെ അടിക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഒരു 800 സംതിങ് ആയപ്പോഴത്തേക്ക് ഫുൾ ടാങ്ക് ആയി. അപ്പോഴത്തേനാണ് 41 എനിക്ക് കിട്ടുന്നുണ്ട്. മൈലേജ് പറയണതും 41 നമുക്ക് മൈലേജ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ അത് ഓരോരുത്തരുടെ റൈഡിങ് അനുസരിച്ചിരിക്കും. നമ്മൾ റഫ് യൂസ് ആയിട്ടും അതേപോലെ തന്നെ റാഷ് ഡ്രൈവിംഗ് ഉള്ള രീതിക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയല്ല ഒരിക്കലും റോയൽ എൻഫീൽഡിന്റെ വണ്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വണ്ടികളെ പോലെ നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ. 10,000-2000 കിലോമീറ്റർ 60ക്ക് താഴെ പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു 80 കയറി പോകുന്നതാണ് സേഫ്. ഭയങ്കര സേഫ് വണ്ടി, നല്ല സേഫ് ഉള്ള ഒരു വണ്ടിയാണ് ഈ വണ്ടി. അത് എപ്പോഴും റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ പണ്ടോട്ടേ നമുക്കുള്ള ഒരു ഗുണം സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് എപ്പോഴും. അത് ആ വെയിറ്റിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ വണ്ടി വരുമ്പോൾ അത് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ബാക്കി എല്ലാം ക്ലിയർ ചെയ്ത ഒരു വണ്ടിയാണ്. ഞാൻ തന്നെ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ ഈ ഇടയ്ക്ക് മനസ്സിലാക്കിയത് ഇതിന്റെ സെൻസറാണ്. ഇത് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ഇടില്ലേ? ഇത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വണ്ടി എടുത്തപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഒരു ദിവസം ഗിയർ സ്റ്റാൻഡ് കിടക്കണം എന്നറിയാതെ ഞാൻ വണ്ടി ഓൺ ആക്കുന്നു, വണ്ടി ഓഫ് ആവുന്നു, വണ്ടി ഓൺ ആക്കുന്നു, വണ്ടി ഓഫ്. അതൊരു വളരെ നല്ല ഫീച്ചറാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും റോയൽ എൻഫീൽഡിന്റെ വണ്ടിക്ക് ഇത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റാൻഡ് കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും. ഇപ്പം നമ്മുടെ ഏറ്റവും പുതിയ ക്ലാസിക്കിലും ഇതേ ഫീച്ചർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയൊരു സേഫ്റ്റി ഫീച്ചറും കൂടിയാണ്. കാരണം നമുക്ക് വണ്ടി സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി എടുത്ത് വീഴാനുള്ള സാധ്യത, ഈ സ്റ്റാൻഡ് നമ്മുടെ ഇത്രയും ബലമുള്ളൊരു സ്റ്റാൻഡ് തട്ടിക്കഴിഞ്ഞാൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാവും. അതും ഈ വണ്ടി ചരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമ്മളെ കാലിൽ കൂടെയൊക്കെ വീണാൽ ഭയങ്കരമായ ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യമൊക്കെ റോയൽ എൻഫീൽഡ് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം. അപ്പോൾ ഇനി ഒരു കാര്യമുള്ളത്, ഈ മഡ് ഗാർഡിൻ്റെ കാര്യത്തിൽ പലരും കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അതായത് വണ്ടിയിൽ നല്ല രീതിയിൽ ചെളി പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അഴുക്കൊക്കെ പൊടിയൊക്കെ ഡസ്റ്റൊക്കെ കയറുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ മഡ് ഗാർഡിൽ? അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ പൊടി കയറുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു ഇതിൽ പൊടി ഉറപ്പായിട്ടും കയറും. പക്ഷേ എനിക്കത് കംപ്ലയിൻ്റ് ആയിട്ട് തോന്നില്ല. പക്ഷേ പൊടി കയറുന്നുണ്ട്. കാരണം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം പൊടി കയറുന്നുണ്ട്. പക്ഷേ അത് ഈസിലി ക്ലീനബിളും ആണ്. വലിയ പ്രോബ്ലം ഉള്ള ഒരു ഫീച്ചർ അല്ല അത്. പക്ഷേ അത് പൊടി കയറുന്നുണ്ട്, അതുണ്ട്. മഡ് ഗാർഡിൽ നിന്ന് അത്യാവശ്യം ബോഡി മൊത്തം ഒരു ഇത് വരുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. മേ ബി ഇതിപ്പം കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം മഴയത്ത് റൈഡ് ചെയ്തിട്ട് വന്ന വണ്ടിയെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. അല്ലാതെ ഒന്ന് പോയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കാവുന്നൊരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ വണ്ടിയിൽ കിക്കറില്ല. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ പഴയ വണ്ടികളിലെല്ലാം കിക്കർ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പുതിയ ക്ലാസിക് 350 മെറ്റിയോറിൽ മാത്രമാണ് കിക്കർ വരാത്ത, ജെ സീരീസ് എഞ്ചിനിൽ. അതൊരു അപാകതയായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ആക്ച്വലി ഇത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് ഏത് വണ്ടിയായാലും മീറ്റിയോറിൻ്റെ ഒരു 2 വർഷം കഴിയാതെ ഈ കിക്കറിൻ്റെ കാര്യം, കാരണം ഇപ്പോൾ വണ്ടി ഓഫ് ആവത്തില്ല. അതെ, ബാറ്ററി ലൈഫ് നല്ല ഇതുള്ളത് കൊണ്ട് നമുക്ക് കിക്കർ അടിച്ചാലേ, പ്രത്യേകിച്ച് ആരോമൽ അത് നല്ലപോലെ പറയാൻ കഴിയും. കാരണം ആരോമൽ ഇവിടെ വണ്ടി വെച്ചിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ബാറ്ററിയുടെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വണ്ടി വെച്ചിട്ട് പോവുകയാണ്, അപ്പോൾ ലോങ്ങുകൾ എന്തായാലും കുറയും. പക്ഷെ അപ്പോൾ ഇപ്പോൾ കിക്കറിന്റെ ഇഷ്യൂ പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ സെൽഫ് നല്ല ആക്റ്റീവ് സെൽഫാണ് വണ്ടി. അങ്ങനെ ഒന്നാമത് വണ്ടി അങ്ങനെ നിൽക്കാറില്ല. ഒരു മര്യാദയ്ക്ക് ഓടുന്ന ഒരു വണ്ടിയാണെങ്കിൽ അങ്ങനെ നിൽക്കാറില്ല. പിന്നെ അത്യാവശ്യം ലോ ആൻഡ് ടോർക്കൊക്കെ ഉള്ള ഒരു മോഡലാണ് ജെ സീരീസ് എഞ്ചിൻ വന്നപ്പോൾ. ലോ ആൻഡ് ടോർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഉള്ള പ്രശ്നം ഇല്ല. റോയൽ എൻഫീൽഡ് വണ്ടികളിൽ മാത്രം അധികമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പണ്ട് തൊട്ടേ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ല മഴയത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് മിക്കവാറും മിസ്സിങ് വരാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ആ സ്പാർക്ക് പ്ലഗിനകത്ത് വെള്ളം കയറിയിട്ട് നമുക്ക് പ്രശ്നം വരുന്നതാണ്. അപ്പോൾ അതിൽ പണ്ടത്തെ വണ്ടികളിൽ ചെറിയൊരു ഹോള് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വണ്ടി എപ്പോഴും മിസ്സിങ് വരും. പിന്നെ അല്ലെങ്കിലും ക്ലാസിക്കിനൊക്കെ, എൻ്റെ ഇരുന്ന ക്ലാസിക്കിനൊക്കെ സ്ഥിരമായിട്ട് മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. നമ്മളത് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് ശരിയാക്കി എടുക്കേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇപ്പോൾ മെറ്റിയോർ വന്നതിന് ശേഷം അങ്ങനെ മിസ്സിങ് പ്രോബ്ലം അല്ലെങ്കിൽ നല്ല പോലെ വാഷ് ചെയ്തൊക്കെ ശേഷം മിസ്സിങ് ആദ്യം സ്റ്റാർട്ടാകാനുള്ള മടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ആക്ച്വലി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഒരു മിസ്സിങ്ങും വന്നിട്ടില്ല. ഇത്രയും പെരുമഴയത്തൊക്കെ പോയിട്ട് ഞാൻ വണ്ടി ഏതാണ്ട് ഈ ഒരു ലെവലിൽ വെള്ളത്തിൽ ഓടിച്ചിട്ടുണ്ട്. ഓടിച്ചു. കാരണം നമ്മുടെ ഈ ചിറങ്ങിലൊക്കെ തന്നെ നല്ല ഈ ഒരു ലെവലിൽ ഞാൻ വണ്ടി 2-3 പ്രാവശ്യം ഓടിച്ചു. പക്ഷെ എനിക്ക് ഇതുവരെയും പിന്നെ വാഷിന് ഞാൻ 2-3 പ്രാവശ്യം കൊടുത്തു. ഞാൻ വാഷ് ചെയ്തു. മിസ്സിങ് ഒരു ഇഷ്യൂ എനിക്ക് വന്നിട്ടില്ല. പിന്നെ ചിലപ്പോൾ വെള്ളം അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറയാം. അത് മേ ബി JCT's എഞ്ചിനിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കിയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഞാൻ വണ്ടി ബുക്ക് ചെയ്തതിന് ശേഷം തന്നെ കോയിലിന്റെ ഒരു വിഷയം അവർ ചേഞ്ച് ചെയ്തിട്ടിൽ വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വണ്ടികളിൽ അവർക്ക് മിക്കവാറും തന്നെ കോയിൽ തന്നെ അവർ മാറ്റി ഇത്തിരി കൂടെ ഒരു ഹൈ ക്ലാസ് കോയിലിലേക്ക് അവർ തന്നെ റോയൽ എൻഫീൽഡ് തന്നെ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ട്. കാരണം കോയിൽ ഹീറ്റായി ഉരുക്കി പോകുന്ന ഒരു കംപ്ലൈന്റ് റെഗുലർ കാരണം എനിക്കത് റീപ്ലേസ് ചെയ്താണ് വണ്ടി കൈ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ ഉദിക്കുന്നില്ല എന്നാണ് നമ്മുടെ യൂസർ ഓണർ തന്നെ പറയുന്നത്. സാധാരണ ഒരു റോയൽ എൻഫീൽഡ് കസ്റ്റമർ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഈ മോഡൽ ഇറക്കിയത്. ഒരു ക്രൂസ് മോഡൽ എന്ന രീതിയിൽ മാത്രമല്ല, ഇത് നമുക്കൊരു സാധാ ബൈക്ക് ഓടിക്കുന്ന പോലെ നമുക്കിത് റോയൽ എൻഫീൽഡ് ഡിഫിക്കൽട്ടി ഇല്ലാതെ നമുക്കിത് ഓടിക്കാം. അതെ. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിന്റെ നാവിഗേഷൻ എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. എല്ലാവരും കംപ്ലൈന്റ് പറയുന്ന ഒരു നാവിഗേഷനാണ്. നമുക്കൊരു മാപ്പ് ഇല്ലാതെ അല്ലാതെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി നാവിഗേഷൻ ഇതിന്റെ യൂസ്ഫുൾ ആണ്. അത് പക്ഷെ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. ആദ്യം കണക്ട് ചെയ്യാൻ ചില സമയങ്ങളിൽ ഒരു ചെറിയ ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. ഈ നാവിഗേഷൻ യൂസ് ചെയ്ത് ഓടിക്കാറുണ്ടോ? ഞാൻ യൂസ് ചെയ്ത് ഓടിക്കാറുണ്ട്. ഞാനിപ്പോൾ നാവിഗേഷൻ ട്രിപ്സ് പലതും പോയി. നമുക്ക് റോയൽ എൻഫീൽഡിന്റെ ആപ്പ് നമ്മളെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിലെ നാവിഗേഷൻ ആണ് നമുക്ക് വരുന്നത്. ആ ഒരു സംഭവം നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നാവിഗേഷന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു പക്ഷേ നാവിഗേഷൻ കണക്ട് ചെയ്യുന്നതിനെ പറ്റി ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ, എനിക്ക് തോന്നുന്നു ഈ സെയിം കളർ വണ്ടി വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. പക്ഷേ അത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ്. ലോങ് ഒക്കെ പോകുമ്പോൾ മാത്രമല്ല, ഷോർട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് NH കൂടെ പോകുമ്പോഴത്തേക്ക് നല്ല ക്ലിയർ കട്ട് നാവിഗേഷൻ വിഷ്വൽ തന്നെ. ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിലെ നാവിഗേഷൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇതെനിക്ക് അറിയാവുന്ന ഏരിയ ആയതുകൊണ്ട് യൂസ് ചെയ്തില്ലെന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓവർ ബ്രിഡ്ജ് ആണെങ്കിൽ പോലും 3 ലൈൻ കറക്റ്റായിട്ട് അവർക്ക് ഇതിൻ്റെ അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ പിന്നെ ഡിഫിക്കൽട്ടി പലരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ അറ്റ് എ ടൈം സിംഗിൾ ഡയറക്ഷനെ കാണിക്കുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് ചെയ്തുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ റോഡുകൾ ഫെമിലിയർ അല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. എപ്പോഴും നോക്കി പോകേണ്ടി വരുന്ന ഒരു അങ്ങനെ ഇല്ല ആക്ച്വലി. കാരണം ഇത്ര കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഉണ്ടെന്നുള്ളത് കറക്റ്റ് ഇൻഡിക്കേറ്റർ ഇതാണ്. കാരണം പിന്നെ അതിൻ്റെ അകത്ത് കളർ വേരിയേഷൻസും ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്ന നമ്മൾ നേരത്തെ ഒന്ന് നാവിഗേഷൻ മാപ്പിൽ നോക്കിയിട്ട് പിന്നെ ഇതിൽ ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വിഷയങ്ങൾ വരുന്നില്ല. അതാണ് സാധാരണ ഒരു പ്രിക്കോഷനിലെ നാവിഗേഷൻ്റെ കാര്യത്തിൽ എടുക്കാവുള്ളത്. പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മറ്റൊരു മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സർവീസ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതല്ല ഷോറൂമുകളിൽ നിന്ന് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വണ്ടി എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഞാൻ കഴക്കൂട്ട് എംപയർ മോട്ടോഴ്സിനാണ്. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസിക്കിൻ്റെ റിവ്യൂ ചെയ്ത എംപയർ മോട്ടോഴ്സിൻ്റെ കാര്യമാണ്. ഞാൻ അവരുടെ ഒരു കസ്റ്റമർ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഫീൽ ചെയ്തു അതിനെപ്പറ്റി? എനിക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഇവിടെ 2 എംപയർ ഇതാണ് ഞാൻ കേട്ടുള്ളത്. ഒന്ന് റോയൽ എൻഫീൽഡ് ആറ്റിങ്ങിലും കഴക്കൂട്ട് എംപയറുമാണ് കേട്ടുള്ളത്. സോ കഴക്കൂട്ട് എംപയറിന് എനിക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. നല്ല സെയിൽസിൻ്റെ ടൈമിൽ അവർ നല്ല ഇതായിരുന്നു. ഞാൻ പിന്നെ സർവീസ് ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം ഒന്നുകിൽ അവിടെ വിളിച്ച് പറയും, ഇല്ലെങ്കിൽ ഞാൻ ആ റോയൽ എൻഫീൽഡിന്റെ ആപ്പ് ഉപയോഗിച്ച് സർവീസ് എടുത്തിട്ട് പോകും. അവർക്ക് അവിടെ ചെന്നിട്ടുള്ള പെരുമാറ്റം കാര്യങ്ങളെല്ലാം നീറ്റാണ്. നല്ല നീറ്റാണ് അവർ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ട്രിവാൻഡ്രം ജില്ലയിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും നല്ല സർവീസ് കഴക്കൂട്ട് എംപയറിന് തന്നെയാണ്. അവിടുത്തെ സെയിൽസ് മാനേജറും ഒക്കെ നല്ല അവർ അദ്ദേഹം തന്നെ നേരിട്ട് തന്നെ പല കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതേപോലെയുള്ള ഇൻഫർമേഷൻ അടങ്ങിയ നല്ല നല്ല വീഡിയോസുമായി നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ. ടീം ഡ്രൈവ് മി ഓട്ടോ ഈസ് സൈനിങ് ഓഫ് ഫോർ ടുഡേ. താങ്ക് യു.